ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നെന്മാറ വെടിക്കെട്ട് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ നെന്മാറ വെടിക്കെട്ടിനുള്ള കാണികളും പരിവാരങ്ങളും നമ്മൾ എത്തിയിട്ടുണ്ട്. നെന്മാറ വെടിക്കെട്ടിന്റെ മേസ്തിരി, വെടിക്കെട്ട് പ്രമാണി, വെടിക്കെട്ട് മാനേജർ, ഇൻ ഹൗസ് ചാർജ് മെമ്പർ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞോട്. അപ്പം നമ്മൾ നെന്മാറ വെടിക്കെട്ട് കാണാൻ ഇവിടെ കുറേ ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അപ്പോൾ നമുക്ക് വിഷയത്തിലൂടെ അപ്പോൾ നമ്മൾ വെടിമാസ്റ്റർ സൽമാനെ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ സൽമാൻ എനിക്ക് പറയാനുള്ള എല്ലാരോടും എന്താണ് വെടിയെന്ന് പറയാനുള്ളത്? ഇതൊക്കെ എപ്പോഴേലും ഉണ്ടാവുള്ളൂ. അതേ വെടിയ. അപ്പൊ അന്ന് നമ്മളെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം. വെടി പൊട്ടിച്ച് വെടിയൻ പറഞ്ഞ അപ്പൊ ഒന്നും പറയല്ല, ചെയ്ത് കാണിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ പറയാം. അപ്പൊ നമ്മള് കളക്ഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ വിഷുവിന് അല്ല, കഴിഞ്ഞ ക്രിസ്മസിനുള്ള രണ്ട് സാധനങ്ങളുണ്ട്. രണ്ട് നീണ്ട തിരികൾ കത്തൊന്നല്ല, പക്ഷെ കൊണ്ടേക്കോളി 4 പാക്കറ്റാണ് തന്നു. പിന്നെ ഇതെന്താ ഫ്ലവർ പോട്ട്, ഇതൊക്കെ മെന്നി കത്തുന്നത്. അപ്പൊ നമ്മള് മെയിൻ സാധനങ്ങൾ ആദ്യം കാട്ടി തരാം അല്ലേ? മെയിൻ സാധനങ്ങൾ ആദ്യം കാണിക്കണം അല്ലേ? അനിയോ മെയിൻ സാധനങ്ങൾ സൽമാനെ ഇതാ ആദ്യം ആര്യോ ഷെഡി 60 ഷോട്ട്. പിന്നെ ഇതെന്താ ഫ്ലോറ 120 ഷോട്ട്, 30 ഷോട്ട്, ഒരു ഇന്ത്യൻ 30 ഷോട്ട്, ഒരു ഇത് വലിയ പൂക്കിട്ടാ, വലിയ മത്താപ്പ്. ഇത് ഫയർ ബോൾസ് നേരെ പോയി പൊട്ടണ. അത് ഒരു ഷോട്ടിന്റെ സാധനം. പിന്നെ ഇതിലെന്തല്ലേ? അതിലൊന്നുമില്ലേ? ഇതിലാണ് സൽമാന്റെ സിഗ്നേച്ചർ ആയിട്ടാ. ഒന്ന് കാട്ടി കൊടുക്ക, ഒന്ന് വലിച്ചെടുക്ക്. ആ ലൈറ്ററൊന്ന് കച്ചിന്ന് മാറ്റിക്ക, എങ്ങാനും പൊട്ടിയാലേ തോളത്തുകൂടെ വെടിയന്റെ മേത്ത് വെടിമരുന്നാണ്. വെടിയനെ വെടിമറ അവിടെ നിക്ക്. വെടിമറ ചൂടന് ഓൾ കേരള അടക്കടക്കിടക്ക് ഓൾ കേരള പടക്കം വെടി അസോസിയേഷന്റെ അവാർഡ് ഇതായിട്ട് എടുക്കാൻ പോകുന്നു. പടക്കം സൽമാന്, പടക്കം ബഷീറിന് ഒരു പടക്ക അവാർഡ് കൊടുക്കാൻ പോകുന്നു. നിന്നോടത്ത് പൊട്ടുട്ടാ. ബ്ലോഗ് കട്ട് ചെയ്യുണ്ടാവില്ലേ? ഞാൻ അതേപോലെ ഇടല. പൊട്ടണ ഫുള്ള് കണ്ടി വരും. എന്നൊക്കെ പറഞ്ഞ നമ്മള് ബാക്കിലേക്ക് നിന്ന് പൊട്ടണ കണ്ടി വരും. ഇതാണ് മെയിൻ സാധനം. ലൈൻ കട്ട്. ഇതാണ് ലൈൻ ബോംബ്. വെടിക്കെട്ടിന് ആവശ്യമായ കുടിവെള്ളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമ്മച്ചി. അതായത് പടക്കം പൊട്ടിച്ച് ആരും കൊയങ്ങണ്ടാന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് വെള്ളം ചൂടിലെക്കുമ്പോഴും ചാക്കും, എന്താ 2 ബക്കറ്റ് വെള്ളവും ചാക്കും വെച്ചുള്ളേ. റെയിൽവേ ടർഫൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം. ഇത് ലൈൻ ബോംബ്. അതായത് ഒരു ലൈനിലുള്ള ഒരു കറണ്ട് ലൈനിന് തുടങ്ങി അവസാനിക്കണ വരെ അതിന്റെ സൗണ്ട് ഉണ്ടാവും. ഇതാണ് ലൈൻ ബോംബ്. ഇന്നലെ ടെസ്റ്റിങ്ങിന് കാണിച്ചു തന്നിട്ടോ സാധനം. ഭയങ്കര സൗണ്ടാവും. വല്ലപ്പറിന്റെ വീട്ടിൽ ചിന്നലല്ലേനെയോ വീടിലേ പടക്കം വാങ്ങിച്ചാല് ഓനൊരു പറമ്പ് വിലക്കെട്ടി വാങ്ങിക്കാം. എന്നിട്ടേ അവിടെ സാധനം കാണിച്ചേ ടെസ്റ്റിംഗ് പാടത്ത് കിട്ടും. ആരെ പടക്കൊക്കെ ഡെമോ കാണിച്ചു കൊടുത്ത് വെക്കുക. പടക്ക ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് കൊടുക്കുക. ഇതോ എന്തൊരു തള്ളാണ് ഞാന്. ഇത് കിണറ് പൊട്ടിച്ചാണോ? ഞാനൊന്നും പറയണില്ല. പണിയില്ലേ എന്താ എനിക്കറിയില്ല. ഇപ്പൊ വന്നിട്ട് കിണറ് പൊട്ടുന്നു. ചെറിയ നേരം ഇങ്ങനെ ഇട്ടാ. ഹലോ എന്ത് മതി. അപ്പൊ നമ്മൾ റിനാൻ എങ്ങനെ പറയണേന്ന് എല്ലാവരും പറയലുണ്ട്. കാരണം ഓനെന്നെ ഇത് പറഞ്ഞു, ഈ പടക്കൊക്കെ കിണറ് പൊട്ടിച്ചാണോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവനോട് പറയാ? ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ ഓൻ തന്നെ വെച്ച് കൊണ്ടിരുന്നതാണ്. അപ്പൊ നമുക്ക് പൊട്ടിച്ചിനോടൊന്ന് കാണാട്ടോ. ഇവിടെ എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പൊടി സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ വെടി സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അവിടെ തന്നെ വെച്ചോ. സിഗ്നേച്ചർ ആയി തോളിൽ ഇങ്ങനെ ഇട്ടോ പടക്കം പൊടിക്കുമ്പോ.
സൽമാൻ എന്താ അറിയോ സൽമാൻ ഇത് തോളിലുണ്ടല്ലോ ഇത് പടക്കം പൊട്ടിച്ചപ്പോ ഫുള്ള് സിഗ്നേച്ചർ കണ്ട് അപ്പോളേ ആകെ പോളാ ആകെ ബുമ്മറി അപ്പൊ നമ്മൾ ഇനി സ്ഥലത്ത് പോട്ടെ സ്ഥലത്ത് പോയിട്ട് കാണാം. അപ്പൊ ഇതാ നമ്മള് പടക്കങ്ങളും സാധനങ്ങളുമായിട്ട് നമ്മൾ പോവുകയാണ്. വരൂ കേട്ടോ, ഓരോരോ കയ്യിൽ ഓരോരോ സാധനങ്ങൾ. സൽമാന്റെ കയ്യിൽ 120 ഷോട്ട്, നീ അല്ല നിലയിൽ എന്താ യാർക്കി ഷെഡി 60 ഷോട്ട്, അഞ്ഞൂന്റെ കയ്യിൽ ഇന്ത്യന്റെ 30 ഷോട്ട് കേട്ടോ. ഓടിട്ടോ പടക്കം പറഞ്ഞിട്ട് 3, 2 വണ്ടി 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 യാർക്കി ഷാദി ഷാദിയാണ് ഞാനിപ്പോഴാ ചിന്തിക്കണേ. ഇത്രയും നേരം യാർക്കി ഷെഡി യാർക്കി ഷാദിയാണ് കേട്ടാ. നമ്മളെ ചെറിയൊരു ഷോട്ട് എടുക്കാണ്ട് ഇവിടെയാണോ? ഇവിടെ അല്ല അപ്പുറത്തല്ലേ പോയി സൽമാനെ വരി വരി അടിയിൽ പോവാ അടിയിൽ പോവാ. അഭിമാനം ഓടിച്ചോട്ടോ. ആ റൈറ്റ് റൈറ്റ് അങ്ങനെ അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പം ആൾക്കാർ കുഞ്ഞു മക്കളാക്കണം മെച്ചി ശബ്ദമൊക്കെ അവിടെ ബാക്കിലും വരുന്നുണ്ട്. എന്തായാലും പോയോക്കാം. അങ്ങനെ നടക്കേ നിങ്ങൾ ഇങ്ങനെ തൂങ്ങി നടക്കണേ ഇതിനെ എന്താ എന്റെ അഭിപ്രായം? നല്ല ഇങ്ങനെ പറയാൻ ഇപ്പൊ എന്ത് സുഖമായി. എന്താ ഇന്നിവിടെ പൊട്ടും, ഇന്നെന്തെങ്കിലും പൊട്ടും, ഇന്നിവിടെ പൊട്ടും. പൊട്ടിച്ചു മാത്രം പൊട്ടിയ പോരെ? പടക്കാനൊക്കെ പൊട്ടി, ഈ പേരൊക്കെ പൊട്ടിക്കാൻ നമുക്ക് ടപ്പ് പൊട്ടിച്ചാന് സൗണ്ടുകൾ വന്നിട്ട് പടക്കം പൊട്ടിട്ടോ. അവിടെ കമ്പി ഉണ്ട് കമ്പി ഇട്ടിക്കണോ അവിടെ? അല്ലാ ഞങ്ങള് പുതിയ വരും ഒരു കോണി വെച്ചോണ്ട് കയറി മാടത്ത് നമുക്ക് കോണിയും ചൂട് കിടക്കും മോനെ. എടാ ഓട്ടോഗ്രാഫൊക്കെ എടേ, ഓട്ടോഗ്രാഫ് എടേ? ഓട്ടോഗ്രാഫ് ഒന്നും വന്നില്ല ഇങ്ങോട്ട്. ആക്കണത് ആക്കണേ. ഓട്ടോഗ്രാഫ് ഉണ്ട്. ഓട്ടോഗ്രാഫ് അടിച്ചിട്ടുണ്ടല്ലോ, 2 കഴിഞ്ഞല്ലോ. സ്റ്റോക്ക് എടുപ്പുണ്ടേ. സ്റ്റോക്ക് എടുപ്പോ എവിടെ? എടാ ഒരു കാര്യം പറയാനുള്ളത്, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചാണ്ട് പൊട്ടിക്കരുത് കേട്ടോ. ശ്രദ്ധിച്ച് പൊട്ടിക്കണം. കുട്ടികളിൽ പേരൊന്നും പെടൂല കേട്ടോ. പടക്കത്തിന്റെ സൗണ്ട് മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. നമ്മളായിട്ടൊരു അലമ്പ് ഉണ്ടാക്കരുത് സൗണ്ട് ഉണ്ടാക്കിയിട്ട്. സൽമാനെ ഇതാണ് കേട്ടോ മെയിൻ സാധനം. ഞാൻ എപ്പോഴും പറയണേ, ഈ സാധനം ഒരു ഭയങ്കര കളർഫുൾ ആൻഡ് എന്റർടൈനിങ് സാധനമാണിത്. ഇതിങ്ങനെ ഇതും ചെയ്യുന്ന പിടിച്ചണേ പിടിച്ചിങ്ങനെ കറക്കണം. നല്ല രസമാണ്. തുറക്കണോ? വേണ്ട വേണ്ട ഒന്നും കടറ ചോട കത്തിച്ചാൽ ജിംഷ ഉണ്ടല്ലോ. ഇത് സീൻ സാധനമാണിത്. ജയ കത്തിച്ചപ്പോ ഇല്ല ചെയ്യാ. കുറച്ച് മുന്നിക്ക് ഇത് നല്ല തീർച്ചു. ആ അതിനെങ്ങനെ കറക്കിയാ മതി. ആ കത്തിച്ചേ എടാ അടിച്ചൊന്നും വേണ്ട, കാണും. മാറത്തോളൂ ഇല്ല കത്തിച്ചോ. ആ കറങ്ങിയോ. അങ്ങനെയല്ല കറങ്ങ്. അടിച്ച് കറക്കണോ? അതാണ് ഓട്ടോഗ്രാഫ്. ഇങ്ങനെ കറങ്ങി. അങ്ങനെയല്ല ഇങ്ങനെ. കഴിഞ്ഞ മേ ചെറുതുങ്ങളെ പോയി നാണി. ഇത് ഞാൻ ഏതാ പൊട്ടിച്ചോ? അഞ്ഞ ഏതാ പൊട്ടിച്ചേ? നിങ്ങളെ ഇഷ്ടത്തിന് ഇങ്ങനെ പൊട്ടിച്ചോളേ. പരിപാടി തുടങ്ങിയില്ലേ? ആരംഭിക്കട്ടെ. ആരംഭിച്ചു. 60 ഷോട്ട് പൊട്ടിച്ച് ആരംഭിച്ചാലോ? 30 പൊട്ടിക്കും.
ആരംഭിച്ചോളി. ചെറുത് കൊടുത്തോളാം ഷോട്ട്. 30 ഷോട്ട് എടുത്തോ? അല്ല ഈ ഷോട്ട് കൊടുത്തോ. ആ അതെടുത്തോ ഫസ്റ്റ്. ഒറ്റൊന്ന് നമ്മൾ ആദ്യം ഇത് ചെരിഞ്ഞിട്ടില്ല കേട്ടോ സൽമാനെ. സൽമാനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ അറിയാം. കവറുകൾ വേസ്റ്റുകൾ ഒരു സ്ഥലത്ത് ഇടണം. അപ്പൊ നമുക്ക് പോകുമ്പോ തന്നെ ഒരു കവറിൽ ഇട്ട് പോയാൽ മതി. അതാണ് നല്ലത്. ഇതാകണ്ടോ ഒരു 1 ഷോട്ട്. അയ്യോ സോറി. എന്താണ് എന്താ കാട്ടുന്നത്? സൽമാനെ സ്ലോപ്പിലെടുത്ത് വെക്കണ്ട കേട്ടോ. നല്ല 2 കല്ല് റോഡുണ്ട്. ആക്കണ അവിടെ റോഡുണ്ട്. അവിടെ കൊണ്ടിച്ചോ. നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചാൽ ഈ മലയുടെ മുകളിൽ മാക്സിമം ആയിട്ടോ. എടാ വേറെ ഒന്നുണ്ട്, അതൊന്നും മറിഞ്ഞാ പാളരുതേ, പാളരുതോ. ഞാൻ പറയുമ്പോ 2 കുഴിച്ചിട്ട് വെക്കാം. അവിടെ വെക്കണ്ടേ. എന്തിനാ ഇത്ര റിസ്ക് എടുക്കണേ? ഇവിടെ റോഡുണ്ടേ. ഇവിടെ വെക്കണ നേരെ. കത്തിച്ചാനൊന്നുമില്ല. സപ്പോർട്ട് ഇന്ന് പുറത്തുനിന്ന് തെറിച്ചു പോവാണ്. ഒറ്റ ഷോട്ടാണ് ഇത്, ഒരു പണിയില്ല. അത് നേരല്ലേ നേരെ മറിച്ചിട്ട് പോരരുതേ. ആദ്യത്തെ ഷോട്ട് കേട്ടോ, ആളോ ഇല്ല നോക്കാം. ഫസ്റ്റ് ഷോട്ട്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ചീറ്റിയില്ലല്ലോ. അല്ല ചീറ്റിയില്ല. മോനെ ഒരു നിമിഷത്തിന് ഞാൻ പേടിച്ചിട്ടോ. കാരണം എന്റെ തൊട്ടടിയിൽ ഇതേമാതിരി ഒരു 120 ഷോട്ട് ഉണ്ടല്ലോ. ഒന്നേ പൊട്ടിട്ടുള്ളൂ. 210 എണ്ണം മോള് പോയി പൊട്ടാണ്ട്. എന്താ കണ്ണു കുരിച്ചോ? പോക. റബ്ബർ സീറ്റ് അടിച്ചു പോലെ. അർശി വരുന്നു. ദീപാവലി മിഠായിമായി അർശി വരുന്നു. ഹലോ ദീപാവലി വിഷു ഒന്നാ അല്ലല്ലോ? അടുത്തെന്താ പിടിച്ചണേ? എന്ത് മൈക്ക് കൈമല് മൈമ വെച്ചോളന്നാല് ഇതാവുന്നല്ലേ. എന്നാ എല്ലാരും പോകുമ്പോ നീ ആൾക്കാൻ്റെ ഷൈനിലെ റിസൾട്ട് വരും കേട്ടോ. ഇങ്ങോട്ടോ എന്താട്ടോ ജിംഷ ഇങ്ങോട്ടോ ഹെലികോപ്റ്റർ കേട്ടോ. അടുത്തായിട്ട് ഇനി പൊട്ടിച്ചാൽ പോണ ഹെലികോപ്റ്ററാണ്. അല്ല ഇതിന്റെ വർക്കിംഗ് അറിയാമല്ലോ. ഇത് പൊട്ടൂല, ഇങ്ങനെ കറങ്ങി മുകളിൽ പോവാ. ഇതിന്റെ വർക്കിംഗ് അറിയാം. അറിഞ്ഞിട്ടാണോ? കുറച്ച് വിട്ട് വെച്ചോ. അത് ഔട്ട് ഓഫ് സ്ക്രിപ്റ്റ് ആട്ടാ. എങ്ങനെയാടാ പൂതിരി പൊട്ടി? എന്താ പൊട്ടിയാറിയോ? മേശപ്പൂവല്ല പൊട്ടി. ശ്രദ്ധിക്കട്ടോ. കുറച്ച് അവിടെ പോയി പൊട്ടിച്ചാണ് നല്ല. കുട്ടികളൊന്നും മാറ്റരുത്. ഞമ്മക്ക് അനു വരില്ലേ? കുട്ടികളെ സ്ഥലത്ത് കുട്ടികളെ കൂടെ
ഇത് ഹെലികോപ്റ്റർ അല്ലേ? അത് ഹെലികോപ്റ്റർ. അല്ല മാറിന്നാളെ മാറിന്നാളെ. അത് സീൻ സാധനട്ടാ. ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണ്ട, ഒരു പൊരി വീണ ഒരു ആന്തലാവുന്നു. ഇമ്മച്ചി എല്ലായിടത്തുനിന്ന് മാറിയിട്ട് എവിടെ ഇരിക്കണം അറിയോ? ഇവിടെ ഈ ഗ്യാപ്പില്, അതായത് 120 ഷോട്ടിന്റെയും 50 ഷോട്ടിന്റെയും ഓലപ്പടക്കത്തിന്റെയും മാലപ്പടക്കത്തിന്റെ വള്ളക്കുപ്പി പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ട്. ഒരു തിരി മാറി കൊളുത്തിയ പൊട്ടണ വയറ്. എല്ലാരും കാണികൾ ഇരുത്തു. കാണികളെ ഇവിടെ തന്നെ ഞോലും കൊടുത്ത് ഇരുത്തണേ. അവിടെ അതുണ്ടമ്മ എല്ലാവർക്കും വന്നാണ്. അവിടെ ഇവിടെ നിന്നാ വെച്ച് പടക്കം നൂറാ പോരി. ഇത് വേണോ? എനിക്കത് വേണോ? പക്ഷെ നല്ല ശക്തി വേണം. എന്ത് ഞാനോ പക്ഷെ ഒന്നുള്ളൂ. ഇനി 2 ഹെലികോപ്റ്ററോ? ശ്രദ്ധിച്ചോളിക്കോ. ഹെലികോപ്റ്ററോ? എടാ എടാ അടക്കടക്ക് അടക്ക്. ആഫി എടുത്തു. പിടിച്ചോ. ഈ ഓട്ടോഗ്രാഫ് ഇങ്ങനെയൊക്കെ ചെരിച്ച് വെച്ചിക്കണേ. അത് പൊട്ടുണ്ട് കേട്ടോ. അത് നോക്കിക്കോളി. ആ സാധനം അനിയോ ഇത് കത്തിച്ചിട്ട് കറങ്ങണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കറങ്ങ കറങ്ങഞ്ഞോ. അതാണ് ഇങ്ങനെയാണ് കറക്കണ്ടട്ടാ. ഒളിമ്പിക്സിന് തിരി കൊളുത്തി. എടാ റിനാനെ ശ്രദ്ധിക്കട്ടാ, ശ്രദ്ധിക്കട്ടാ. ശ്രദ്ധ വേണ്ട സാധനം കേട്ടോ. അതെ അത് ഇട്ട് പോയിരുന്നിട്ടാ. കറങ്ങിക്കോ കറങ്ങിക്കോ. ഏതാപ്പോ അത്രേ ഉള്ളൂ സീനിട്ടാ. ഈ പൂത്തിരിയിലെ ഏറ്റവും അടിപൊളി ഫോട്ടോഗ്രാഫ് തന്നെ കേട്ടോ. നല്ല രസം കറങ്ങി ഇങ്ങനെ പൊട്ടണാണ്. ഇനി ഏത് ഗംഗാ ജമുന ശിവകാശി പട്ടണത്തിൽ നിന്നും ഒരു 1.5 ഐറ്റം. ജമുന അത് പൂത്തിരി മുട്ടായാണല്ലോ. വന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വളർത്തി കൊടുക്കാം. മുട്ടായി അല്ലട്ടോ വളമ്പളെ, പൂത്തിരിയാണ് കേട്ടോ. ഗംഗാ ജമുന. ഇതിന്റെ തിരി വെടിത്തിരി പുറത്താട്ടോ. എന്റെ കൈമലൊക്കെ വെടിത്തിരിയാ. വെടിക്കല്ലിട്ടാ. സൽമാൻ എന്താ കുത്തി പൊളിച്ചേ? അത് മറ്റേ മത്താപ്പാണ്. മത്താപ്പാണ്. സൽമാനെ കൈ പിടിക്കണം. ചെന്നോക്കി. എന്താണ്? കൈ പിടിച്ചോ കൈ പിടിച്ചോ. അതെ അത് നേരത്തെ പൊട്ടിയാലേ എന്ത് വിശ്വാസത്തിലെ കൈ പിടിച്ചേ. എന്താണ് ഹലോ ഓ ഇത് മേശപ്പൂത്തിരി. ഇത് ഇനി പൊട്ടോ? അല്ലോ എടാ ഗംഗാ ജമുന എക്സ്പ്ലോസീവ് ആണ് കേട്ടോ. ഗംഗാ ജമുന ശിവകാശി പട്ടണ എക്സ്പ്ലോഷൻ ആണ്. ആ അതെ അത് കജ്ജിലിട്ട് ഇതാക്കാൻ നിൽക്കണ്ട. എടാ ഏതും കജ്ജിലിട്ടാക്കില്ലേ. ആരെങ്കിലും പൊട്ടിച്ചോളി.
തിരുമ്മ കൊടുത്തരണ അതിലെ ആരച്ച പൊട്ടിച്ചോളി എനിക്ക് ഷോട്ട് വിടാ ലാസ്റ്റ് ആക്കണോ ലാസ്റ്റ് കൊറേ 120 ഉണ്ട്. ഷോട്ട് കിട്ടോ ഒരു 30 ഷോട്ട് കിട്ടോ അപ്പൊ ഇനി 30 ഷോട്ട് ഇട്ടാ അതൊന്നായി നോക്കോ. ഈ ചെങ്ങൈമാര് ഇതിപ്പോ പൊട്ടും ടോറ്. അതാണേ അത് അത് പൊട്ടണ മത്താപ്പ് എന്താണാവോ പുതിയ സാധനമാണ് അതൊക്കെ പൊട്ടണ മത്താപ്പ്. ഒരു മയത്തിലൊക്കെ പൊട്ടിക്ക് അങ്ങനെയൊക്കെ പറ്റില്ല. അതിന്റെ വെടിമരുന്ന് മൊത്തം മണ്ണിലാക്കുവോ ഇങ്ങനെ കുലുക്കി കുലുക്കി ടാപ്പ് വരണേ ഇത്രയും ബോധമില്ല കത്തിച്ചാതി. സീനിലെ മുത്തേ രണ്ട് ഭാഗത്തും ഉണ്ടാവുമല്ലോ. ഒരു തിരി ഇതിനെന്തോ ഒരു ചെരിവൊക്കെ ഉണ്ട് കേട്ടോ. ആ അത് തുറക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ സ്റ്റേബിളായി നിൽക്കാനാണ്. അത് തുറക്കണ്ട. തുറക്കണ്ട അവിടെ നോട്ടെ. ഇവിടെ കാണാണ്ട് അടിയിൽ താഴത്തല്ലേ ഈ സൈഡിൽ തിരിഞ്ഞോ തുറന്നു. ഒന്നുള്ളൂ ഒരു ഭാഗത്തുള്ളൂ. ഒരു ഭാഗത്തുള്ളൂ കേട്ടില്ലേ ഏറ്റവും അടിയിൽ ഒട്ടിക്കാണ്. എന്നാണ്ടല്ലോ കല്ലൊന്നും വേണ്ടല്ലേ. ശരി ഉണ്ടാവില്ല. പണിയാക്കണം കല്ല് ഇത് പിടിച്ച് മണ്ണിന്റെ മണ്ണിന്റെ കുട്ടികളൊക്കെ ആകെ പണിയാവും. ചെരിഞ്ഞാല് ഇത് മണ്ണങ്ങ കല്ലല്ല. ആ മണ്ണ് മതി. മണ്ണിന് പവറുണ്ടേ. എടാ കള്ള സൽമാനെ കല്ല് വെക്കുമ്പോ പൊട്ടിച്ചണേ. ഓൽക്കറിയില്ല കേട്ടോ. ഇപ്പൊ പൊട്ടും സർപ്രൈസ്. നമ്മളൊന്നേ ഇവിടുന്ന് അടിയിൽ നിന്ന് മാറിക്കണം. അല്ലാതെ അതിപ്പോ കത്തിച്ചല്ലേ. അല്ല എന്താ ബാക്ക് വാ സൽമാനെ. ആ പൊട്ടിയില്ല. ഒന്നടിയിലൊന്നും ഇട്ടു. മുപ്പതെണ്ണം എത്ര കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ് രണ്ടാളും ടോപ്പ് ഇൻട്രോ ഒക്കെ പാളി 16 120 ഉണ്ട്. അതിലെടുത്തോളി. അനു അങ്ങോട്ട് വിളിച്ചിട്ടാ എന്താ ശം നോക്കാം. അനു എന്തിനാ വിളിച്ചിനാവോ? എടാ SBK അത് പൊട്ടൂലേ? ആ ഇത് മത്താപ്പ ഇത് പറ്റൂല. അല്ല ഐ പൊട്ടൂല. ആ മത്താപ്പ പൊട്ടും. എങ്ങനെ പൊട്ടിയാലോ? അനുവാ എന്നെ വിളിച്ചേ. എവിടുന്ന എന്താ കൊടുക്കണെന്നൊരു ഐഡിയയും കിട്ടണില്ല. ഞാൻ നേരത്തെ 30 ഷോട്ട് ഇവിടുന്ന് കറങ്ങണ്. ഇവിടുന്ന് മത്താപ്പ് അവിടെ പൊട്ടിച്ചേ. ആരാ ഫ്ലാഷ് അടിച്ചണേ? ആരേ അത് ചക്കതാ. ആക്കണ പൂത്തിരി എങ്ങായി 3 4 5 6 7 10 12 പാക്കറ്റ് ഉണ്ട് അവിടെ.
ഷോപ്പ് കഴിയും അതുകൊണ്ടാ ഓക്കെ ഇപ്പൊ കൊടുക്കും കതിക്ക് മത്താപ്പിനെ തിരുവോളത്ത് ഓലൊക്കെ കാണാൻ വന്നോ ഇന്നേ അപ്പം ഓലൊക്കെ കൂട്ടിക്കൊണ്ടേ അറിയാം വീഡിയോയില് മാറുന്നട്ടാ ഈ ചാനൽ മാറുന്നു ഞാൻ പറഞ്ഞത് എടാ സൽമാനെ എന്താണ് എന്തറിയോ അങ്ങോട്ട് ഒട്ടിച്ചോ അങ്ങോട്ടോ അല്ലെ അവിടുന്ന് ഒട്ടിച്ചോ എന്താ അവിടെ വയ്യാത്തോലുണ്ട് അവിടെ പമ്പരം കിടക്കാട്ടോ എന്തൊക്കെയോ കത്തിച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലാവുള്ളൂ എന്തായാലും കാണികൾ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവിടേക്കൊക്കെ നോക്കിയാൽ ഇപ്പൊ ഇനി മത്താപ്പ് കത്തിച്ചേണ്ടി വരും കാണണമെങ്കിൽ അപ്പോൾ പൊട്ടും അത് പൊട്ടണ മത്താപ്പണ മനസ്സിലായി ഇപ്പൊ കുട്ടി സെറ്റായിട്ടോ കുട്ടി സെറ്റായ അതിന്റെ എൻജോയ്മെന്റിലാണ് ഓക്കെ ശിവനെ എത്ര വയസ്സായി ആര് പറയും ഒരു മത്താപ്പോടെ കത്തിച്ചാൽ നല്ലൊരു കാണാൻ ക്യാമറ കണ്ട സത്യം ക്യാമറ കണ്ട തിരിച്ചണ്ട അറിയില്ല ജിമ്മി ആകെ കൺഫ്യൂഷൻ ആണ് ഇവിടുന്ന് ഒരു സ്ഥലത്ത് അനിയാലിന്റെ അവിടെ വേറെ അവിടെ കറങ്ങൂല അത് കറങ്ങി എടാ അതിന്റെ രണ്ട് സൈഡ് കൂടി കത്തി നിങ്ങളേ അത് പൊട്ടി എടാ എന്ത് പൊട്ടിച്ചോളൂ അവിടെ പോയി പൊട്ടിച്ചേ ഇതൊക്കെ മറ്റേ സാധനക്കാരം മത്തപ്പ് പൊട്ടുന്ന സാധനക്കാരൊക്കെ പേടിയാണ് അവിടെ കുറെ ആൾക്കാരുണ്ട് വെച്ചാൽ നോക്കാം ചുറ്റുവട്ടന്ന് കറക്കാതൊക്കെ അതിനിപ്പോ എന്താ മുട്ട എടുക്കണ കൊടുക്കണേ ചക്കറോ എല്ലാവർക്കും ചക്രം കൊടുക്കണേ അതുകൊണ്ട് ചക്രം കൈ പിടിച്ചു കൊടുക്കണം അല്ല ചക്കരം കറങ്ങണേ കറങ്ങി ചിടിച്ചിടിയൊക്കെ അവിടെ കത്തണം ഇതെന്താ ഡാൻസിങ് ബട്ടർഫ്ലൈയാ കയ്യിലൊന്നും ഇട്ട് പൊട്ടിക്കണ്ട എടാ ചെന്നോക്കട്ടാ എടാ നീ വേറെ എവിടെ പൊട്ടിച്ചല്ലിട്ടോ ചിടിച്ചിടി ഒന്നും മേത്തിക്കടല്ലേ ആകെ വെടിമരുന്നായി സൽമാന്റെ ഷർട്ടിൽ ആകെ വെടി വരുന്നു സൽമാൻ അത് ഒരു തിരി പോയാൽ മതി തീരെ നിന്ന് കത്തു സൽമാന് ബട്ടർഫ്ലൈ ഉണ്ടാവൂലേ അതിന്റെ ഉള്ളിൽ നിന്ന് ബട്ടർഫ്ലൈയുടെ ആകൃതിയിൽ ഇങ്ങനെ തീ വരും പറക്കുഞ്ഞത് പറക്കോ എന്താണ് രണ്ട് സംശയങ്ങളാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ എന്താ ആവുകയെന്നറിയില്ല അതാണ് ഇതെന്ത് ജീവി പടക്കത്തിന് പിരാന്താ എടാ റിനാനെ അവിടെ കാട്ടിലെങ്ങാനും അവിടെ കാടൊക്കെ റിനാനെ ലേറ്റ് ആയിട്ട് റീഡ ഈടാ എന്ത് അതുണ്ടോ പൊന്നി സിദിനെ നോക്ക് ആകണ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ സീൻസ് ആണ് കേട്ടാ ഇതേതാ ഇതെന്താ ഇത് സെറ്റാ ഞാൻ പറയും ഒരു ഇച്ചിരി 4 സെക്കൻഡ് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി 4 ദിവസം കഴിയല്ലോ അതാ പോകുന്നു പഠിച്ചാണ് അല്ല ഇത് സീൻസ് ആണ് കേട്ടാ ബട്ടർഫ്ലൈ ഹെലികോപ്റ്റർ സൽമാൻ അറിഞ്ഞോ? സൽമാനെ ഇല്ല എടാ മാറി നോളിട്ടാ
അത് ബട്ടർഫ്ലൈ. എയർപോർട്ടാട്ടോ ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകും. റെഡി ഇത് പൊളിക്കും സൽമാനെ. ഒരു 4 സെക്കൻഡ് കഴിഞ്ഞിട്ടാ. 4 സെക്കൻഡ് ഒന്നും കഴിയേണ്ട സൽമാനെ. എറിഞ്ഞോ അങ്ങനല്ലടാ. അങ്ങനെയൊക്കെ തന്നെയാണ് SPK. പറ്റഞ്ഞോന്റെ കജ്ജിൽ വെച്ച് പൊട്ടിച്ചത്. അതുകൊണ്ടായിരുന്നു. അനൂനെന്താ ഇവിടെയും കാണാൻ കിട്ടത്? എന്താ ഇവിടെ നടക്കണ? ഈ നിക്കറില്ല ഇവിടെ വാക്കണ കുറെ പൂത്തിരത്തണം. അവിടെ വാക്കണ ഹെലികോപ്റ്റർ വാക്കണം. ഇവിടെ വാക്കണ ചീടിച്ചിടി. ഈ അടുത്തത് അവിടെ പോയി കത്തിച്ചോ. അത് എത്തും. നീ അല്ലോട് എത്തിച്ചാ പറ. നീ അല്ലോ അല്ല അടുത്ത് പോയിക്കോ. നോക്കാം. അനു പ്രൗഡ് ആടാ ഇങ്ങനെ നിൽക്കണം ഇവിടെ. ഇതെല്ലാം വാങ്ങിയിട്ട് അനുവെല്ലാം പൊട്ടിച്ചാ. അതെന്താ വെച്ചാൽ ഇവിടെ എന്തേ പറ്റി കഴിഞ്ഞാൽ എല്ലാവരും എന്റെ തലമുണ്ടാവും. ഇവരൊക്കെ 4 വഴിക്ക് പെരകി പായും. ഇവിടുത്തെ ഒരു വരവാണ് വന്ന് ബട്ടർഫ്ലൈ. ഇവിടെ ഫുള്ള് ചെയ്യാനാണ് ഇത് കാണിച്ചാ നമ്മള് ക്രൗഡിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കളിക്കാരെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ ടൂർണമെന്റിന് വേണ്ടി കാണികളായി എത്തിയിട്ടുള്ളത്. പേര് ജാസിം, ഷെൻസിൽ, നിഹാൽ, സലാഹ്, നിസാലിം, ഐഷ, ഫാത്തിമ റാഫിയ, ഫഹ്മ റാഫിയ, ഫാത്തിമ ഹന്ന, റിച്ചു, മാസി. അതാരാണിത് തൂക്കിട്ട് പൊട്ടിച്ചത്? പേര് നിഷ്മ, നിത്യ. പഠിച്ചോനെ നിത്യ എന്തോ യൂട്യൂബിൽ കണ്ടു തുറക്കണ്ടോ ചേച്ചി? സിറാജ് അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ എത്തിയാലോ റബ്ബേ. എന്താ വേണ്ടി മുത്തിന് ഒന്നും വേണ്ടേ? 60 പൊട്ടിച്ചോ? എന്തായാലും ആളുണ്ട്, കാണികളുണ്ട്. അവിടെ പൊട്ടട്ടെ. 60 എങ്കിൽ 60. ഇതിലെവിടെ അല്ലേ അറിയും? ഇതിലൊക്കെ വന്നാലും എടാ ഇങ്ങോട്ടൊന്നും വരരുത്. അതാണ് എനിക്ക് പേടി. ഇവർക്ക് കഥല്ലേ. പക്ഷെ എന്റെ പേര് അങ്ങോട്ട് വരുവേ. ഇവിടുന്നാണ് എങ്ങോട്ടേലും പോകുന്ന ചെരിഞ്ഞ സ്ഥലത്ത് വെക്കല്ലേ. എടാ സൗദേ അങ്ങോട്ടോ റോക്കറ്റ് വിടുമ്പളേ എടാ സൗദേ എടാ വാണം അങ്ങോട്ടൊക്കെ. ഇങ്ങോട്ട് വിടല്ലേ. ദിശല്ല ശരിയാണ്. ശരി ഇവൽക്കൊക്കെ വന്നാലോ അതൊന്നും ആവൂല. ആകെ ഇവിടെ ആകണ്. അല്ല ഷോട്ട് എവിടെ? സൽമാനോടെ? എടാ ഈ കാട്ടിൽ നിന്ന് പിടിച്ചല്ലേ സൽമാനെ. എടാ ഉണങ്ങി കിടക്കുന്ന റബ്ബറാടോ. നോക്ക് ഇത് നോക്കി. ചിലപ്പോ കയ്യിൽ പൊട്ടുണ്ട്. എന്റെ കയ്യിൽ നിലത്ത് പൊട്ടി. സത്യം ഇതെന്തടാ? നോക്ക് വാണം പൊട്ടിയതാണ്. ഓക്കെ റെഡി. കടന്നൊക്കെ ഇമ്മ ഡെഡിക്കേഷൻ ബായ്. എടാ ഓവറായി കുത്തിയൊക്കെ കേട്ടോ. പൊന്തൂലട്ടോ. എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയാണ് അവിടുന്ന്. എടാ കൈ പിടിച്ചാ മതിയേ. അത് സെറ്റാട്ടോ. ഇത് കിടക്കണത് അതെ. എടാ ചെരിഞ്ഞിട്ടാ നിക്കണേ. നോക്ക് ആ പെരേക്കൊക്കെ പോട്ടോ. ഇങ്ങോട്ടൊക്കെ വളയോ. അത് അങ്ങോട്ട് നേരെ വെച്ചോ. സൽമാനായിട്ടില്ലേ ജിംഷ കാട്ടി കൊടുക്ക്. നേരെ നിക്കണതേ നമ്മള് ഇതാണ് അടിക്കാണ് വിടുന്നത്. ഇതില്ലേ അപ്പുറത്തെ ബേസിക്ക് വിടും. ആർമി ബേസിക്ക്. അതിനൊന്ന് ലേറ്റ് എടുത്താണ്. കൊടുക്ക് ഇവിടെ താക്കണേ. ചിടിച്ചിടി പോട്ടുണ്ട്. ഇവിടെ താക്കണേ 2 ആൾക്കാര് എനിമി ബേസിക്ക് വാണം പെടാൻ നിക്കണേ. മാറിക്ക. ഞാൻ കുറച്ച് ബാക്ക് കേട്ടോ. ജിംഷാന്റെ ബാക്കിൽ ആകണേ. അമ്പേ അതേപോലെ വളയൂട്ടത്. എനിമീസ് കേട്ടോ. എടാ മാറിന്നാളേ.
ഡയറക്ഷൻ അനുസരിച്ച് ഇത് പോകും തോന്നുള്ളൂ ജി. അത് നോക്ക് നേരെ അങ്ങോട്ടേക്കാരം നേരെ ഓലെ മേത്തേക്കാരം. ആ ഉണ്ട് എനിമി ബേസ് എവിടെ എത്തി? എങ്ങട്ടാ പോകുന്ന പറഞ്ഞേ നീയാലേ? ആ അങ്ങോട്ട് പോയില്ലേ? അവിടെ താത്തമാരൊക്കെ ഇരിക്കുന്നു. ഇപ്പഴാ ബോധം വന്നു. അടിപ്പിച്ചോ പോയി കത്തുട്ടോ. കയ്യില് എന്തിന് കയ്യിലോ? സൽമാനെ നോക്കണ കയ്യിലിടണ്. അവന്റെ കയ്യ് പൊള്ളും. കത്തിയില്ല. ആ ഉണ്ട് കൊണ്ടുപോയി. ഇവിടെ കിടന്ന് തിരിഞ്ഞാകെ ആരെ തള്ളിട്ടോ വീഴാൻ പോയതാ. എന്തൊക്കെ ഇവിടെ നടക്കണേ? എന്തടാ കയ്യിന്നിട്ടാണേ എടാ വിടല്ലേ? വേറെ വല്ലതും വിചാരിക്കും. എത്ര നേരം ഇപ്പൊ അറിയണേ? അതാണ് വിടാൻ നിക്കണോ? അല്ല എന്ത് ഇതെപ്പോഴാ കത്തിച്ചേ? ബട്ടർഫ്ലൈ അവിടെ അഞ്ഞു എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അഞ്ഞു ഫുള്ള് കുട്ടികളാ പാട്ടാ ഓക്കെ അവിടെ മക്കളെ ആ ചെറിയ ചക്ര അവിടെ അങ്ങനെ വെക്കല്ലേ, അത് ഇങ്ങനെ വെക്കി. ആ അതിന് ഫുള്ള് മക്കളെ ഇൻസ്ട്രക്ട് ചെയ്യണം. ഇവിടെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യം. കുറെ വേണം അങ്ങോട്ട് പോണ്, കുറെ വേണം എനിബേസ് ഇങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് പോണ്. പെരേന്നാണെങ്കിലോ ഓ സീനേനു. എടാ എന്താടാ കാട്ടണേ? എടാ ഇവിടെ പിടിച്ച് വിടല്ലേ പൊന്നി. എടാ അത് വിടല്ലേ, അത് വിടണ്ട. എടാ ഇവിടേക്ക് വെച്ച് വിട്ടാല് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടാണ് പോയാലേ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇതെന്താ വരുന്നേ? എന്താ എവിടുന്നൊക്കെ വരുന്നേ? ആ കത്തിച്ച് ഇതെന്താ ഇത് നമ്മൾ നേരത്തെ പൊട്ടിച്ചല്ലേ ഷോട്ട്? അത് രണ്ടെടുത്തേക്ക് ഇത് എന്നാ എവിടെയെങ്കിലും പോയി വിട്ടോ. അല്ല സേഫ് ആക്കി അങ്ങോട്ട് പോയാലേ സീനാണ്. കാര്യത്തിൽ പറഞ്ഞ കടു പോയി അവിടെ പൂച്ചിരി ആരോ പറഞ്ഞാണ്. അപ്പൊ നമ്മള് പൊട്ടിക്കാൻ പോണത് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടല്ലോ. ലൈറ്റർ കൊണ്ട് മുറിച്ചണേ. അതെ കത്തിച്ചല്ലേ കൈ കൊണ്ട് പൊട്ടിച്ച. അതിന്റെ രണ്ട് സൈഡിലുണ്ട് കേട്ടോ. രണ്ട് സൈഡിലുണ്ട്. ഒരു ലൈറ്റർ കൂടെ എടുത്തേ സൗദേ. എങ്ങനെ എത്തിച്ചാ? ഇല്ലല്ല അർഷിന്റെ അടുത്തുണ്ടോ ലൈറ്റർ? എടാ ഒരു ലൈറ്റർ കൊണ്ടേ കേക്കണ്. കുറച്ച് പൊക്ക് ഒരു തിരി സൽമാൻ ഒരു തിരി നിയാലോ ഉണ്ടോ കത്തിച്ചണേ? ഇല്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. കൊടുത്ത് ആ ഓടിക്കോ. Oh, ഇപ്പൊ കത്തിച്ചു കാണാൻ. കഴിഞ്ഞോ? ഓ 2:20 പെട്ടെന്ന് കഴിഞ്ഞിട്ടാ. എന്താ രസം അത് സീനായിട്ടാ. ഇതേമാതിരി 100 രൂപ പൊട്ടാല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കി സീനാവും.
അത് ചിടിച്ചിടിയാണെങ്കിൽ അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. ചിടിച്ചിടി വെയ്യ. ഇത് മറ്റെന്താ ഇത് മറ്റേത് ഫ്ലാഷ്, ഇത് സീനാ. ജിംഷാദ LC-ലുള്ള എഫക്റ്റ് ഇല്ലടാ, LC-ലുള്ള മറ്റേ എഫക്റ്റ് ആണ്. അത് ഫ്ലാഷ്. അതാണ് ടാപ്പോ. ഇത് ടാപ്പ് സ്പെഷ്യൽ ഗ്രീൻ ഫ്ലാഷ്. ഓ അതിനെട്ടോ പൊട്ടിച്ചതും. ടാപ്പ് ടാപ്പ് അജ് പൊട്ടിച്ചിട്ട് അങ്ങനെ ടാപ്പോടെ ആകണേ. ഓനാണെ പൊട്ടിച്ചേട്ടാ. ഇതാകെ ഫ്ലാഷ് ഇട്ടാ. അതെന്ത് സാധനം? അതെ അത് ഫ്ലാഷ് ആണോ? അതെന്താണ് ഇത് വെറൈറ്റി ആണ് വിടണേ? ആ കൈ നോട്ടി. ഇല്ല ഇതില്ല 35 മിനിറ്റാ റബ്ബേ. ഒല്ലോ പൂമ്പാറ്റ മൊത്തം പാളാണ്. പൂമ്പാറ്റ അങ്ങനെ തന്നെ കറങ്ങുള്ളേ. പൂമ്പാറ്റ ഏത് പൂമ്പാറ്റ ആയിട്ട് പോയി പൊട്ടണത്? അത് ശരി. പൂമ്പാറ്റ ഇങ്ങനെ ഇനി ഏതൊക്കെ പൊട്ടല്ലേ? ഏതാ? ആ അത് സാധാ പുത്തിരി. ഒന്നുകൂടി കേട്ടോ, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടോ. ചെറിയ ചെറിയ പുത്തിരികള്. ഒരു തരി ഇവിടെ വീണാലേ എന്നോട് ആ കേപ്പി ഇറക്കണം, നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. ഒരു തരി വീണാലേ ഒരു 120 ഷോട്ട്, കുറച്ച് മത്താപ്പ്, കുറച്ച് ഓ കുട്ടികളൊക്കെ ഫുള്ളാണ്. നീയാലേ മത്താപ്പ് കത്തിച്ചു. മത്താപ്പ് ഇങ്ങനെ കത്തിച്ചോ. മത്താപ്പ് നല്ല രസമുണ്ട് കാണാം. കൂറ ഹിമേ ഹിമേ എന്തായി മക്കൾ സെൽവന്നിഹാല് മക്കളെയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മക്കളെ വരി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വെക്ക്. ഞാലേ ഇവിടെ പടക്കം ഇവിടെ ഇതുണ്ടടാ 120 ഒക്കെ ഉണ്ട്. അതങ്ങനെ അവിടെ വിടുന്നത്. അത് ഫ്ലാഷ് ആണോ വിട്ടത്? എടാ ഫ്ലാഷ് ഒന്നും എറിയില്ലടാ. ഈ മെച്ചി എനിക്കൊരു പൂത്തിരി, എനിക്കും പൂത്തിരി കറക്കാൻ തോന്നണം. വലുത് അനക്കനുസരിച്ചല്ല പൂത്തിരി ഞാൻ ഇതായി. അത് ശരി. പൂത്തിരിയെ കൊടുത്തത് ഇനി വേണോ? ഇനിയാണോ ഒരു പൂത്തിരി? ഇറങ്ങിയാലൊന്ന് കത്തി ഒരു പൂത്തിരി എടുത്താ ഫീഫ ഒരു പൂത്തിരി എടുത്താ. അല്ല എന്താ എന്താ പൂക്ക പോയി? കൈപ്പൊളി ഇല്ല കള്ള ചെരുപ്പിട്ടില്ല. അപ്പൊ ഇവള് പോയി മറ്റേ കമ്പിമ കൊണ്ടുപോയി ചവിട്ടും. അയ്യോ രണ്ടു പത്ത ബാക്കില്. അല്ലോ ഇനി എന്തൊക്കെയല്ലേ? ഇനി സ്പെഷ്യൽ സാധനം എന്തൊക്കെയല്ലേ സൽമാനെ? ഇനി സ്പെഷ്യൽ എന്തൊക്കെയല്ലേ പറഞ്ഞു കൊടുക്ക്. ഇതെന്താ സ്പെഷ്യൽ സാധനം? ബാ വേവച്ചോ സൽമാനെ മാറിക്കൊണ്ടിട്ടാ. വേഗം കത്തിച്ചോ. അത് തിരിപ്പ് കഴിയും. ഇല്ല മോള് തന്നെ ചിടി തന്നെ കളറായി പൊട്ടുന്നുള്ളൂ.
കത്തിച്ചോ കത്തിച്ചോ ഒന്ന് തിരിച്ചോ ഇത് മണാണ് അത് കളറില് പുട്ടച്ചോട അല്ല നടന്നു വാങ്ങിയടാ ഇങ്ങോട്ട് നടക്കുക അങ്ങോട്ട് നടക്കുക അവിടെ മൊത്തം ഇവിടെ ഈ ആംഗിൾ പിടിച്ചോട്ടോ ഇവിടുന്ന് വന്നിട്ടോ ഹർഷേ ഈച്ച വന്നിട്ടാ ഫൈനൽ സാധനം അപ്പോൾ കഴിച്ച് നമ്മളെ ഫൈനൽ സാധനം ഉണ്ടോ പൊട്ടാൻ പോണത് 120 ഷോട്ട്. അപ്പോൾ താക്കണം അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇവിടെ കാണികളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാണൂലേ എന്നാലും മിന്നായം പോലെ കണ്ടു. ബാ അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലോറ 120 ഷോട്ട്. അപ്പൊ കലാശക്കൊട്ടാട്ടോ, കലാശക്കോട്ട് 120 ഷോട്ട് കണ്ടില്ലേ മക്കളെ? എന്തേലും വെക്കാല്ലോ. കൊടുക്കട്ടെ ഓർഡർ റെഡി ആയിക്കോട്ടോ. വീഴാൻ നിൽക്കരുതേ. എന്താ അതാ കത്തിച്ചാ കുട്ടികളെ കണ്ടിട്ടും പോയിട്ടാ എന്റെ മോനെ മെച്ചേ എങ്ങനെയാണ് ഇനി 120? അടിപൊളി മാഷാല്ലാ, നല്ല രസം, നല്ല രസം. കുട്ടികളും നമ്മളായാലും അഭിപ്രായം പറയും സാറല്ലേ? റഹീമാക്കാന്റെ കുട്ടികളെ ഇതിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. ഭക്തജനങ്ങളൊക്കെ ഇരിക്കേനി. അമ്പല കമ്മിറ്റിന്റെ ഒരു സാധനം ദിശ തെറ്റി വന്നു. ഇത് അമ്പല കമ്മിറ്റിയാണ്. പേടിച്ചിട്ടോ കില്ലിങ്ങിട്ടേ അപ്പൊ ഇതൊക്കെയല്ലേ എന്താ മറ്റേ അവിടെ മുന്നിൽ അവിടെ ഞാൻ ഒരു സാധനം ഇതാക്കി വെച്ചിനി ഒരു പെട്ടിയില്. ഇത് കിട്ടൂല ഇതല്ല, അത് പൊട്ടണ മത്താപ്പുണ്ട് വെറുതെ. മറ്റേ ഗംഗാ ജമുന അതാ പൊട്ടീന്. ഇല്ലടാ പൊട്ടിയാ ഞാൻ ഇവിടെ അന്നെ പൊട്ടിച്ചു. ഇത് പൊട്ടൂല. ഞാൻ പറഞ്ഞതാ സാധനം നോക്കി ഞാൻ പറഞ്ഞതാ. ഇത് പൊട്ടൂലേ. ഇത് മറ്റേ സാധനം കണ്ട പൊട്ടില്ലെന്നൊക്കെ അറിയും. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞതാ. ഇത് പൊട്ടൂല, അപ്രൂവ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ സൽമാനെ പടക്കത്തിന് മൂടൊക്കെ തൊട്ടക്കില്ലേ ഇത് പൊട്ടൂല. ഞാൻ പഠിക്കാം. ഓരോരുത്തരുടെ കൊളുത്തേണ്ടി വരും. എല്ലാവരും ബാക്കിൽ അപ്പുറത്തേര്, എല്ലാവരും അപ്പുറത്തേര്. ഞാൻ പറയാം ആദ്യം എല്ലാവരും കത്തിക്ക്. പൂത്തിരി 4 പൂത്തിരി ഉണ്ട്. അതുകൊണ്ടല്ല 4 പൂത്തിരി എന്നോട് പറയില്ലേ, ഞാൻ
ആ പൂത്തിരിയാണല്ലോ. പൂത്തിരി കൊണ്ടാണ് ആര് പോയിക്കണ്? ആരാ പോയിക്കണ്? പൂത്തിരി കൊണ്ടുവരാൻ പോയി. ഒറ്റ കൊണ്ട് നിൽക്കുക. കുറച്ചെണ്ണം കൊണ്ടുവരേ. ഒന്ന് കൊണ്ടാ ടാപ്പ് ഒറ്റ ഒന്ന് ഇവിടെ നിൽക്കുക. എനിക്ക് ആകെ ഒന്നേനെ ഉറ തന്നുള്ളൂ. ഞാൻ വെച്ചിരിക്കും ഒന്ന് ഒരു നാലാളെ ഓരോ ഇതിൽ അല്ല ഒന്നുകൂടി എല്ലാരും ഓരോ ഇതിൽ നിൽക്കാം. ഇത് പൊസിഷൻ വെക്കുമ്പോ തന്നെ ഈ സാധനം പൊസിഷൻ ചെയ്യുമ്പോ കുറച്ച് സമയമാവും. എന്തായാലും മതിയില്ലേ, പൂത്തിരി മതിയില്ലേ. സംസുഖാക്കർ ഒന്ന് നിങ്ങളൊന്നോടെ ഇരുന്നോളെ, നിങ്ങളൊന്നും ഇരുന്നോളെ. അപ്പുറത്തോടാ ഇങ്ങോട്ട് കത്തിക്കും. ഇവിടെ എല്ലാരും ബാക്ക്ഗ്രൗണ്ടില്ല. ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് വാ. ഞാനല്ലോ വാ. ഇവിടെ വാ, ഇവിടെ വാ. സൽമാന്റെ കയ്യിൽ എത്ര കാനാണ് കുട്ടികളെടുക്കാം. എല്ലാവർക്കും പടക്കത്തിന്റെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇല്ലേ? പറ്റിയില്ലേ? ഷോട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 120 അടിപൊളിയല്ലേനാ? എങ്ങനെ ഉണ്ടായിനി? എന്നാണെന്ന് ഇവിടെ എടാ ഷോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? 120. ലൂണന്റെ ആരെയിലാണോ? ലൂണന്റെ യൂസ് ചെയ്ത് എന്നെ കാണാൻ ലൂണന്റെ പേരുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഷോട്ട്? ഇനി മത്തപ്പ എങ്ങനെ ഉണ്ടാവും? പവറേക്കാരം. ഓക്കെ, പുതിയ റെഡി ആയിക്കോട്ടോ. അപ്പുറം എടുത്തോ? അപ്പുറം പോയി എടുക്കാം. മെഗാ മത്താപ്പ് ഷോ എത്രണ്ണത്? അപ്പുറത്തേക്ക് അപ്പുറത്ത് സീരട്ടാ. അല്ല മാറി നിൽക്കണ്ട, പൊട്ടാവ നീ മത്താപ്പൊക്കെ. ജെമേ ഇന്റെ മോനെ അത് മാത്രം കത്തിയില്ലേ? കത്ത കുറച്ച് ടൈം എടുത്തുള്ളൂ. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു ആശംസകൾ. ഇന്നലെ അവിടെ നമ്മൾ പടക്കം വാങ്ങുമ്പോൾ അടുത്ത് അങ്ങനെ പറഞ്ഞത് ഒരു ചങ്ങാൻ്റെ അടുത്ത് വന്ന് വിഷു ആശംസകൾ. ഇത് യൂട്യൂബല്ലേ അല്ലേ? ഞാൻ യൂട്യൂബിലാണ് ഇറങ്ങിയിരിക്കണേ. ഓഫ് ചെയ്യേ ആടാ. ഇത് എത്ര ചുണ്ടർ തട്ടിട്ട് പൊള്ളണം. ലൈൻ കടിയല്ലേ? ലൈൻ കട്ട്